ടുഡേ കുട്ടൻ ബിരിയാണി കഴിക്കാൻ പോയ എൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങളാണ്. അപ്പോൾ കുട്ടൻ ബിരിയാണി ഭയങ്കര ഫേമസ് ആയിരുന്നു. അങ്ങനെ ചെന്നു കയറി കുട്ടൻ ബിരിയാണി കഴിക്കാൻ. ആള് കുളിച്ച് കുട്ടപ്പനായി വേറെ എങ്ങോട്ടോ പോയെന്നാണ് തോന്നുന്നത്. നമുക്ക് ഐറ്റം കിട്ടിയില്ല. ഇങ്ങനെ പ്ലേറ്റുകളിലും ഗ്ലാസ്സുകളിലും ആകർഷകമാകുന്നത് ഞാൻ മാത്രമാണോ എന്ന് എനിക്കറിയില്ല. വന്നിരുന്നപ്പോൾ തന്നെ ഒരു സുലൈമാനി കുടിച്ചു, പക്ഷെ എനിക്ക് അത്ര പിടിച്ചില്ല. കുട്ടന് പകരം ഈ ഇരിക്കുന്നത് വേറൊരു സുന്ദര കുട്ടപ്പനാണ്. ചിക്കൻ ബിരിയാണിയാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് നല്ല ട്രിവാൻഡ്രം സ്റ്റൈൽ ബിരിയാണി കഴിക്കുന്നത്. നല്ല അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇങ്ങനെ പറക്കിയിട്ട് തിന്നുമായിരുന്നു. അത്യാവശ്യം നല്ല മസാലയൊക്കെ ഉണ്ട്. അടിപൊളി ഒരു ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. ചിക്കൻ ബിരിയാണിയെക്കാളും ഒരു പടി മുന്നിലാണ് ഈ ഒരു നെയ്ച്ചോറിന്റെയും ബീഫ് സ്റ്റൂവിന്റെയും ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ആ ഡേറ്റ്സ് അച്ചാറും ചമ്മന്തിയും ആ പരിപ്പ് കറിയൊക്കെ ഒഴിച്ചിട്ട് ഒരു പിടി പിടിച്ച അടിപൊളി സ്വാദായിരുന്നു. ഇന്നത്തെ എന്റെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എന്ന് എവിടെ പരിപാടി അവതരിച്ചാലും പണി കിട്ടുന്ന ഞാൻ ഇന്ന് ഈ സാധനത്തിനെ കൂട്ടിക്കൊണ്ടുവന്ന് നല്ലൊരു ഫുഡ് വാങ്ങിക്കൊടുത്തല്ലോ എന്നുള്ളൊരു സന്തോഷമാണ് എനിക്ക്. അപ്പൊ ഞാൻ പോയി ഞണ്ണിയത് കണ്ടിട്ട് നിങ്ങൾ പോയി കഴിച്ചിട്ട് എന്റെ മൂത്തിയുടെ മുത്തിക്കോ എന്ന് വിളിക്കാൻ നിൽക്കരുത്. കാര്യം ബില്ല് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ഓവർ ബ്രിഡ്ജിലെ ഏരിയസ് പ്ലസിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ഉള്ള കൈമ ബിരിയാണി. അടുത്ത് കഴിക്കണം. ബൈ.